അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് രാജ്യം മുഴുവൻ കാത്തിരിക്കുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് കാസർഗോഡ് ചേറ്റുകൊണ്ടുകാർ. നീണ്ട കാത്തിരിപ്പ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ നീണ്ട സഹനത്തിന്റെ കഥയും ഇവർക്ക് പറയാനുണ്ട്. 1989 രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്തുകൾ നിറഞ്ഞത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനം ചേറ്റുകുണ്ടുകാർ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്തു. പിന്നീട് പലയിടങ്ങളിലെയും ചുവരെഴുത്തുകൾ ചില ശക്തികൾ മായ്ച്ചു കളയുകയും പലതും കാലക്രമേണ മാഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ നാട്ടിലെ ചുവരെഴുത്തുകളെ കാലത്തിനു പോലും പോറലേൽപ്പിക്കാൻ ചേറ്റുകുണ്ടുകാർ സമ്മതിച്ചില്ല. അന്ന് രാമക്ഷേത്രത്തിനായി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയൊരു ആവേശമായിരുന്നു അന്നത്തെ സമയത്ത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അന്ന് നമ്മൾ ഇത് നടത്തുന്ന സമയത്ത് ഇന്ന് നമുക്ക് ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടക്കും, അമ്പലം പണിയും എന്ന് നമ്മൾ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ സമയത്ത് വിശ്വാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇത് നടന്നത് വളരെ സന്തോഷം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ നാടൊരു ഉത്സവ ലഹരിയിലാണ്. 1992 ഡിസംബർ 6 നടന്ന സംഭവ വികാസങ്ങൾക്ക് ശേഷം ചേറ്റുകുണ്ടുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ചെറുതല്ല. മതഭീകരരുടെ നിരന്തര ഭീഷണിയും അക്രമവും അസഹ്യമായപ്പോൾ പലരും കർണാടകയിലേക്ക് കടന്നു. മൂകാംബിക ക്ഷേത്രത്തിലടക്കം ആഴ്ചകളോളമാണ് അഭയം പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ കഷ്ടതകൾക്കും സഹനങ്ങൾക്കുമൊടുവിൽ അത്യാഹ്ലാദത്തിലാണ് നാട്ടുകാർ. പ്രാണപ്രതിഷ്ഠാ ദിനം ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളുമായി ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചേറ്റുകുണ്ടുകാർ. ജനം, കാസർഗോഡ്.